കിട്ടുമെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം. ഈ ഏരി മുഴുവൻ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടുത്തൂറി എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. ആശാനെ വന്നിട്ടുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാന, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയ ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങുണ്ട് നിന്റെ തല പോലെ. എന്റെ ഞാൻ നമുക്ക് തെറ്റാ. എന്ത് അതല്ലടാ, പിന്നെ അത് അതൊന്നും അല്ലേ. കത്തിക്കന്നല്ല കല്ലാക്കാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാളത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി. തൈര് കലക്കണ സാധനം ഇതാണ്. അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ഓടിക്കോ. ആരാടാ ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി, ഇവനെന്റെ താരികെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കാൻ അവകാശം ഞങ്ങൾക്കാ. അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയ ആദ്യം അടി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിൽ കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ അവനെയല്ല എന്നെ. അവനെ പിടിക്കാൻ നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? ഒരു നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ. എന്താ വർക്കിച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടിവാ ഓടിവാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകംകാര്, കഥാപുസ്തകംകാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകംകാര്, കഥാപുസ്തകംകാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ. ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായ തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ എഴുതാനാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി.
തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തനോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ, വന്ന് തല്ലടാ. വാടാ. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ പോരാ, എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. ഇല്ലല്ലോ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗക്കാരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇവിടെ വന്നേ. ആ 2 കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ തെണ്ടി. എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ലോ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ, കൈമാറ്റണം. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി 2 പേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെ മുട്ടുകാലിയോളം. ഓടണ്ട, ജീപ്പിലോട്ട് കയറ്. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാര് എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും. ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. താൻ ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ച്. അയ്യയ്യേ, നിങ്ങൾക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ. പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും. പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. റീൽസിൽ തുടങ്ങിക്കോളൂ. ഇവിടെ വെച്ചല്ല, അവിടെ. ഇങ്ങോട്ട് പറിക്ക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി.